ഞങ്ങൾക്ക് അതിനകത്തൊരു സാക്ഷ്യമായിരുന്നു. ഞങ്ങൾ യുകെയിൽ നിന്ന് വരികയാണെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ കുഞ്ഞാവേനെ കാണിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കയറുമെന്നായിരുന്നു. ഇന്നാണ് ഞങ്ങൾ യുകെയിൽ നിന്ന് വന്നത്. ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ കാണിക്കാനും ഇത് സാക്ഷ്യം പറയാനുമാണ് ഞങ്ങളിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നാണ് എൻ്റെ മാതാവ് ഇന്ന് എനിക്ക് കുഞ്ഞിനെ തന്നത്. ഒരു കുഴപ്പങ്ങളുമില്ല. അവന് കൈ അനക്കാം, കാലനക്കാം, ചിരിക്കാം, കളിക്കാം, സംസാരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ അവൻ 3.5 മാസം ആയതേ ഉള്ളൂ. പക്ഷേ എല്ലാ ബേബീസും ചെയ്യുന്ന പോലെ നോർമൽ ബേബിയായിട്ടുള്ള എല്ലാ ഗ്രോത്തും അവനുണ്ട്. അവൻ്റെ വേറെ ഒരു പ്രശ്നവും ഇല്ല. ഡോക്ടേഴ്സ് അവനെ വിളിച്ചുകൊണ്ടിരുന്നത് മിറാക്കിൾ ബേബി എന്നാണ്. കാരണം അത്യാവശ്യപ്പെട്ട എല്ലാ ഹോസ്പിറ്റലിലും അവൻ പോയിട്ടുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും ആ ഏരിയയിൽ മുഴുവൻ ഇവനെക്കുറിച്ച് അറിയാം. അപ്പം എല്ലാവരും ഇത് ഭയങ്കര റിസർച്ച് വരെ ചെയ്തുകൊണ്ടിരുന്നൊരു കേസായിരുന്നു, ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത്. അപ്പം മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ തന്നതിനും എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. പിന്നെ ഇവൻ ഞങ്ങളിന്ന് ടിക്കറ്റ് എടുത്തപ്പോഴാണെങ്കിൽ പോലും ഞങ്ങൾ ഇവൻ്റെ ടിക്കറ്റിനകത്ത് ഒരു അഡൽട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യണമായിരുന്നു. അപ്പം അറ്റാച്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവൻ്റെ ടിക്കറ്റ് അടക്കം ക്യാൻസലായിരുന്നു. പക്ഷേ ഒത്തിരി അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞങ്ങൾ നിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ എന്നൊരു ദിവസം വരണമെങ്കിൽ നീ ഞങ്ങൾക്ക് ആ ടിക്കറ്റ് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എയർപോർട്ടിൽ വന്നു, ഹീത്രൂ വന്നു. അവിടെ വന്ന് സംസാരിച്ചപ്പം കുറേ പ്രശ്നങ്ങൾ പറഞ്ഞെങ്കിൽ അവസാനം പറഞ്ഞു ഓക്കെയാണ്, ടിക്കറ്റ് കൺഫേം ആണ്, ഞങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റി, ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ പറ്റി. ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി.